ഭാവിയിലെ നമ്മുടെ യാത്രകൾ എങ്ങനെയായിരിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ അരങ്ങേറിയ സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ രാജ്യാന്തര സമ്മേളനം. പറക്കും ടാക്സി മുതൽ കാറും ബസ്സും ഡെലിവറി വാഹനങ്ങളും ബോട്ടും വരെ മേളയിൽ അവതരിപ്പിച്ചു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പറക്കും ടാക്സി അടക്കം ഡ്രൈവറില്ല വാഹനങ്ങളുടെ അത്ഭുത കാഴ്ചകളാണ് ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരുന്നത്. ഇനി ഡ്രൈവറുടെ സീറ്റിലും യാത്രക്കാർക്ക് ഇരിക്കാം. വാഹനം സ്വയം ഓടിക്കൊള്ളും. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ പ്രദർശനം വരുംകാല ഗതാഗത സൗകര്യങ്ങളുടെ വിസ്മയ കാഴ്ചകളായി. ഡ്രൈവർമാർക്കിടയിലെ മത്സരവും അപകടകരമായ ഡ്രൈവിംഗും മാനുഷിക പിഴവുകളും വാഹന അപകടങ്ങളുമില്ലാത്ത റോഡുകളാണ് ഡ്രൈവറില്ല വാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. അടുത്ത വർഷം മുതൽ ദുബായിയുടെ ആകാശത്തൂടെ പറന്നു തുടങ്ങുന്ന ആകാശ ടാക്സികളുടെ മാതൃകകളാണ് സന്ദർശകരെ ഏറെ ആകർഷിച്ചത്. Seeing this in the real world would really revolutionize the mode of transport. I mean, it's an amazing piece of technology. I'm really excited to see it on the streets. ഭാവിയിലെ നിരത്തുകൾ വാഴാൻ പോകുന്ന ഡ്രൈവറില്ല വാഹനങ്ങളെയും നാളത്തെ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഒരുങ്ങുന്ന സാങ്കേതിക വിദ്യകളെയും പരിചയപ്പെടുത്താൻ കേരളത്തിൽ നിന്നടക്കം പ്രദർശകർ മേളയിലെത്തിയിരുന്നു. എൻ്റെ പേര് ഡോക്ടർ റോഷി. ഞാൻ റോഷ് AI എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടപ്പ് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ കേരളത്തിലെ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വേൾഡ് വൈഡ് ഡ്രൈവർലെസ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഞങ്ങളുടെ സൊല്യൂഷൻസ് പ്രോഡക്ട്സ് ആണ്. ഞങ്ങൾക്ക് ആക്ച്വലി വെഹിക്കിൾസ് ഉണ്ട്. പാസഞ്ചർ കാർ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഓട്ടോണമി കൺവേർഷൻ ചെയ്യുന്നത്. സ്വയം നിയന്ത്രിക്കുന്ന വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ നിർമ്മിത ബുദ്ധിയാണ് നിർണായക പങ്ക് വഹിക്കുന്നത്. ഡ്രൈവറില്ല കാറുകളെ കുറ്റമറ്റ ടാക്സി സേവനമാക്കി മാറ്റാൻ AI സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്ന് തെളിയിച്ചാണ് മേളയ്ക്ക് തിരശ്ശീല വീണത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യവസായ പ്രമുഖർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷകർ, അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഡെവലപ്പർമാർ എന്നിവരുൾപ്പെടെ 30,000-ലധികം പേർ കോൺഗ്രസിനെത്തി. ഗതാഗത രംഗത്തെ നാളെയുടെ ഭാവി എന്തെന്ന് മനസ്സിലാക്കുന്ന പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.